CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ പാലൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥിനിയുമായി തർക്കിക്കുകയും അസഭ്യവർഷം നടത്തുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടർ പേരാമംഗലം സ്വദേശി 37 വയസ്സുള്ള സജീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് CV ശ്രീരാമൻ റോഡിന് സമീപം സ്കൂട്ടർ കുഴിയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ 34 വയസ്സുള്ള കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബസ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി മതിലിലിടിച്ചാണ് 2 പേർക്ക് പരിക്കേറ്റത്. ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര പുത്തൻപുരയ്ക്കൽ അബ്ദുൾ അസീസ്, ബസ് യാത്രികനായ ആലുംപടി സ്വദേശി അനയ് കൃഷ്ണ എന്നിവരെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ ഫെസിലിറ്റി കളക്ഷൻ സെന്റർ നവീകരിക്കുന്നു. 8ാം വാർഡ് മണലിൽ പ്രവർത്തിക്കുന്ന MCF ആണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ സംരക്ഷണ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ ആരംഭിച്ച മോണിറ്ററിംഗ് സെല്ലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ വലയുകയാണ് കാട്ടകമ്പാൽ മേഖലയിലെ യാത്രക്കാർ. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, പൊന്നാനി കുന്നംകുളം ഓർഡിനറി, ചിറക്കൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകളാണ് കാട്ടകമ്പാൽ പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരുന്നത്. കുന്നംകുളം പ്രസ് ക്ലബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പത്രവാർത്തയ്ക്ക് മാധ്യമം പത്രത്തിന്റെ കൊച്ചി വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിമും മികച്ച ടെലിവിഷൻ വാർത്തയ്ക്ക് റൈറ്റ് വിഷൻ ചേലക്കര റിപ്പോർട്ടർ PV സമീറും അർഹരായി. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം സിന്ദാബാദ് വിളിക്കൽ മാത്രമല്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA അഭിപ്രായപ്പെട്ടു. വടക്കേക്കാട് പഞ്ചായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന AC കുഞ്ഞുമോൻ ഹാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടൻ പലഹാരങ്ങളുടെ രുചിഭേദങ്ങൾ ഒരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലുള്ള പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നാടൻ ഭക്ഷ്യമേള ഒരുക്കിയത്. ഓണത്തിനെ വരവേൽക്കാനായി ഒറ്റപ്പിലാവ് തരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പൂക്കൃഷി ആരംഭിച്ചു. വടക്കേക്കാട് പഞ്ചായത്തും തണൽ വടക്കേക്കാടും സംയുക്തമായി സൗജന്യ വൃക്ക പരിശോധനാ ക്യാമ്പ് നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. തങ്ക ടീച്ചറുടെ പ്രഥമ കഥാസമാഹാരത്തിന്റെയും കവിതാ സമാഹാരത്തിന്റെയും പ്രകാശനം ഞായറാഴ്ച രാവിലെ 10:30 നടക്കും. നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ച വിനോദിന് അൻസാർ സ്കൂൾ അധികൃതരും ജീവനക്കാരും അന്തിമോപചാരം അർപ്പിച്ചു. 2 വർഷത്തോളമായി അൻസാർ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം നീട്ടിയത്ത് കളത്തിൽ പരേതനായ വാസുദേവൻ മകൻ വിനോദ് കുമാറാണ് മരിച്ചത്. ചാലിശ്ശേരിയിൽ കായിക രംഗത്ത് പ്രസിദ്ധമായ GCC ക്ലബിലെ ഫുട്ബോൾ രംഗത്തെ ആദ്യകാലത്തെ പൂർവ്വ താരങ്ങൾ ഒത്തുചേർന്നത് അപൂർവ വിരുന്നായി. GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കര ജാവ ടർഫിൽ കാൽപന്ത് കളിക്കായി പ്രായത്തെ മറന്ന് മൈതാനത്ത് ഒത്തുചേർന്നത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.